നീ ആ പെണ്ണിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാലോ. കയ്യിന്ന് പോയ കല്ലും കണ്ണുപോലെ നോക്കിയ പെണ്ണും കയ്യിന്ന് പോയാൽ കിട്ടില്ല. അവൻ പറഞ്ഞത് ശരിയാ. ഈ തലയ്ക്കകത്തുനിന്ന് വന്ന ബുദ്ധിയുണ്ടല്ലോ, അത് അപാരം തന്നെ. പക്ഷേ എന്നാ അച്ഛൻ അദ്ദേഹം നല്ലവൻ തന്നെയാ. ആ നല്ലതിന്റെ ഉള്ളിലാണ് എവിടെയോ ഒരു ഭാഗ്യം ഒളിച്ചിട്ടുണ്ടാവുക. അതേടാ, അന്നൊരു ദിവസം ഞങ്ങൾ രണ്ടുപേരും അച്ഛന്റെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോവുമായിരുന്നു. റോട്ടിൽ ഒരുത്തൻ ഒരു പെണ്ണിന്റെ അടുത്ത് പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ പെണ്ണ് സമ്മതിച്ചില്ല. ഇവൻ ഒരുപാട് ട്രൈ ചെയ്തു. ഇല്ലെങ്കിൽ ഞാൻ മരിക്കും. വേണ്ടെന്ന് പറഞ്ഞാൽ നീ മരിക്കൂ, അല്ലെങ്കിൽ അവള് മരിക്കും. ഇതല്ലേ നിങ്ങളുടെ പ്രേമം? സാർ, ഇത് സാറിന്റെ മകളാണോ? സത്യത്തിൽ എനിക്ക് അറിയില്ല. എന്റെ മകളെ നീ പ്രേമിച്ചിരുന്നാലേ നിന്നെ അടിക്കില്ലായിരുന്നു, കൊന്നിരിക്കുവായിരുന്നു. സാറിന്റെ മകളല്ലേ, പിന്നെ എന്തിനാ എന്നെ അടിച്ചത്? സ്നേഹിക്കുന്നത് തെറ്റാണോ? പിന്നെന്താ, നിന്റെയൊക്കെ മുഖത്തിലും മീശയും താടി വളർന്ന നിനക്കൊക്കെ പ്രേമമാണല്ലേ? നിന്നെ പോലെ യങ്സ്റ്റേഴ്സിന് പ്രേമം എന്ന് പറഞ്ഞ ഫാഷനായി പോയില്ലേ? പെൺകുട്ടികളെ പുറത്തയക്കാൻ തന്നെ പേടിയാക്കുന്നു. നിന്നെ പോലെ വൃത്തികെട്ടവന്മാർ അവരുടെ ജീവിതം തന്നെ പാഴാക്കുമെന്ന്. അച്ഛാ, എല്ലാരും നോക്കുന്നുണ്ട്, വരൂ പോകാം. കാണട്ടോ, അവർക്ക് ഇത് മനസ്സിലാകണല്ലോ. പ്രേമം എന്നുള്ള പേരിൽ ഇതുപോലെ വൃത്തികെട്ടമാര് ചെയ്യുന്നത് എല്ലാവരും കേൾക്കട്ടെ. എന്നാലേ ഇതുപോലത്തെ റാസ്കൽസിന് ബോധം ഉണ്ടാവും. അങ്ങനെ പ്രണയിക്കുന്നത് രാജദ്രോഹ കുറ്റമൊന്നും അല്ലല്ലോ. ഇത് നിങ്ങളുടെ മകനല്ലേ. അവൻ പ്രണയിക്കുന്ന പെണ്ണ് പിണങ്ങി പോയി കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വേദന മനസ്സിലാകും. ഈ പ്രണയത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം സാർ? നിന്നെ പോലെ വൃത്തികെട്ടമാര് പറയുന്ന പോലെ ഞാൻ വെക്കില്ല. എന്റെ മകൻ എനിക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും ചെയ്യില്ല. ആ കൺഫ്യൂഷനാണ് എന്റെ ലവനെയും കൺഫ്യൂസ് ആക്കുന്നത്. എന്താടാ ആ പെണ്ണ് നീ മറന്നോ? എനിക്ക് ശ്വാസമുള്ളത് വരെ, എന്റെ ജീവനുള്ളവരെ ഞാൻ അവളെ പ്രേമിച്ചുകൊണ്ടേയിരിക്കും. അവളില്ലെങ്കിൽ ഞാനില്ല. എടാ, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളെല്ലാം നിന്റെ കൂടെ തന്നെ ഇല്ലേ? എല്ലാം നല്ലതുപോലെ നടക്കും. എഴുന്നേറ്റ് വരണടേ. എന്താ മേഡം, ആളിവിടെ ഉണ്ട്, മനസ്സെവിടെയോ? ശരി, നിന്റെ ലവ് സ്റ്റോറിയുടെ കാര്യം എന്തായി? മൗനത്തിൽ നിന്ന് ടോക്കി വരെ എത്തിയിരിക്കുക. ആഹാ, കൊള്ളാലോ, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ. പണ്ട് എനിക്ക് ചുറ്റും നടന്ന കാര്യങ്ങൾ കാരണം ഞാൻ ആമ്പിള്ളേരെ എല്ലാവരെയും വെറുത്തിരുന്നു. പക്ഷേ ശിവ എന്റെ ലൈഫിലേക്ക് വന്ന ഒരുപാട് അടുത്തതോടുകൂടി അപ്പൊ തന്നെ ആമ്പിള്ളേരോടുള്ള വെറുപ്പൊക്കെ മാറി ശിവയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. നീ പറയുമെന്ന് അവൻ പറയുമെന്ന് നീ. ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ നടുവിൽ ആരെങ്കിലും വരും. പേരിന് ഇതൊരു പരസ്യ കമ്പനി. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ കമ്പനിയാണെന്ന വിചാരം. ഈച്ച അടിച്ചിരിക്കുന്നത് നമുക്കല്ലേ അറിയാം. നിന്റെ വായടച്ചു വെച്ചിട്ട് മിണ്ടാതെ നിൽക്കുക. എന്നിട്ട് ജോലി ചെയ്യടാ. എക്സ്ക്യൂസ് മീ. May come in, sir? വരാൻ എന്തിനാ പെർമിഷൻ? വന്നിട്ട് നിന്റെ ജോലി നോക്കിട്ട് പോയിക്കോ. What? Hi, sir. I am Vaishali from Mumbai. കൈ തരുന്നു. എന്റെ അടുത്ത് എന്താ പണി? Sir, നിങ്ങൾ ഈ കമ്പനി MD? അത് ഓർമ്മയുണ്ട്, മറന്നിട്ടില്ല. പറയൂ. ഞാൻ നിങ്ങളുടെ കമ്പനിയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മോഡലാ. സാൻഡിയ എന്നെ അയച്ചത്. അന്ന് നിങ്ങളോട് ഫോണിൽ സംസാരിച്ചിരുന്നു. നിങ്ങളാ വരാൻ പറഞ്ഞേ. ഇവള് ഇത്രയ്ക്ക് പറയണമെങ്കിൽ നമ്മളായിരിക്കും വരാൻ പറഞ്ഞത്. നമുക്ക് ഓർമ്മയില്ലാത്ത സംഭവം ഇവൾക്ക് അറിയാത്ത പോലും നമുക്ക് മാനേജ് ചെയ്യണം. ആദ്യം സ്റ്റാഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈ ഡിയർ സ്റ്റാഫ്, ഇത് ഈ കുട്ടി നമ്മുടെ കമ്പനിക്ക് പുതിയതായിട്ട് അപ്പോയിന്റ് ആയ മോഡലാണ്. പേര് വൈശാലി, ഫ്രം മുംബൈ. എന്റെ പേര് വേണു, ഞാൻ ഇവിടെ തൊട്ടടുത്ത താമസം. ഇതിന്റെ ക്രിയേറ്റീവ് ഹെഡ്. അങ്ങനെയാണ് അവൻ ആലോചിച്ചിട്ടിരിക്കുന്നത്. അവൻ ക്രിയേറ്റീവ് അല്ല, ഉണ്ടാക്കില്ല. എന്റെ പേര് ആരാണോ നീ കാളെ പോലെ നടുക്ക് വരുന്നേ? സാർ, ഞാൻ നിങ്ങളുടെ ക്യാമറമാനാണോ ഡോബർമാനാണോ? ഇങ്ങനെ ചാടിയ ഈ ബിൽഡിംഗിന് എന്താ പറ്റുക? മാറിപ്പോ. ഹായ് ശിവ. ഹലോ സർ. വൈശാലി, ഹീസ് മിസ്റ്റർ ശിവ. ഹായ്. വെരി ജീനിയസ്. ഈ കമ്പനിക്ക് 2 സ്ട്രോങ് പില്ലേഴ്സ് ഉണ്ടെന്ന് വെച്ചാ, ഒന്ന് ഞാൻ, ഇന്നൊന്നും ഈ ആള്. ഹലോ. ഹായ്. സംതിങ് സ്പെഷ്യൽ. കണ്ടത് മതി. നിങ്ങളെല്ലാരും പോയി അവരവരുടെ പണിയെടുത്തേ. എന്റെ അമ്മ, ഇവള് ഭയങ്കര ഡേഞ്ചർ ആണല്ലോ. യവന്മാരടുത്തൊക്കെ ഒരു കണ്ണ് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആഡ് കമ്പനി വേറെ കമ്പനി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. നീ എത്തിയോ? ഇരിക്കി. എന്താ അമ്മേ, വീട്ടിലൊരു അനക്കവും കാണുന്നില്ലല്ലോ. അച്ഛനല്ലേ? ഇന്ന് വിശേഷ ദിവസമല്ലേ? നമ്മുടെ കോളനി കമ്മിറ്റി ഹാളിൽ ഡ്രാമ അഭിനയിക്കാൻ പോയിരിക്കുവാ. എന്നാ വാ അമ്മേ, നമുക്കും കൂടെ പോവാം. അഗ്നി, ജമദഗ്നി. ആരാണ് ഇവിടെ ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തേ? ആരുടെ കൈ കൊണ്ടാണ് ഇതിവിടെ തുടങ്ങിയത്? ആരാണ് ഇവിടെ എന്റെ തല വെട്ടിക്കൊണ്ടുവരാമെന്ന് സത്യം ചെയ്തത്? എന്താരും മിണ്ടാത്തെ? പേടിച്ചു പോയല്ലേ?
എന്താ വാതുറക്കാൻ കഴിയുന്നില്ലേ? Tell me, come on. എന്റെ തല വെട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞ ആരാണെന്ന് പറ. Come on. ആരാണെന്ന് പറയില്ലല്ലേ? ശിവൻ മൂന്നാമതൊരു കണ്ണ് തുറന്നാലും എന്റെ മേൽ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല. ഇത് സത്യമാണ് പറയുന്നേ. ഇപ്പൊ എടുക്കാൻ പോകുന്നത് ഭസ്മം. ഇത് എത്ര നാളുകൊണ്ട് കേൾക്ക ഈ പഴയ ഡയലോഗ്? ഇനിയെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചൂടെ? ചാവാൻ പേടിയില്ലാത്ത എന്നെ ഇവിടെ കറങ്ങി നടക്കുന്ന ഗുണ്ടകളുടെ ഗ്രൂപ്പിൽ പെടുത്തിയു എന്നെ. മനസ്സിലായില്ലേ? എന്നെ മനസ്സിലായില്ലേ എന്ന്? എനിക്ക് ഇവിടെ ഈ ലോകത്ത് ആരെയും പേടിയില്ല. വന്നെന്നെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? 6 മാസം കൊണ്ട് വല വിരിച്ചിട്ട് പോലും ഞാൻ വീണിട്ടില്ല. എന്നെ കൊണ്ടുപോകാൻ വരുന്ന 10 പേരെയും ഞാൻ ഒറ്റയ്ക്ക് തന്നെ നേരിട്ടിരിക്കും. പൗരുഷത്വത്തിന്റെ പ്രതീകമാണ് ഇത് സത്യം. ജീവനോടെയുള്ള എന്റെ മകളാണ് സത്യം. നിങ്ങളെല്ലാം എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് എന്നെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. നല്ല ധൈര്യത്തോടു കൂടി തന്നെയാണ് ഞാനിത് പറയുന്നത്. അത് കണ്ടില്ലേ? അദ്ദേഹം എത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്തെന്ന്. തീർച്ചയായും അദ്ദേഹം വലിയൊരു ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് ഉറപ്പാ. ശരിയാണ്, ഞാൻ എപ്പോഴും ഒരു വഴക്ക് പറയും. നീ ഇപ്പൊ കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഈ ചാൻസ് മിസ്സായേനെ. ഇത് മാറ്റർ. എന്റെ മനസ്സിലുള്ള കാര്യം എന്തെങ്കിലും പറഞ്ഞേക്കണം. ഓക്കെ, പെട്ടെന്ന് പറയടാ. അലക്കിയ അത് പിന്നെ പ്രേമിക്കുകയാണോ? ഇല്ല എന്തില്ലെന്ന് നീ പറയുന്നേ? ഇല്ല, അതൊന്നുമില്ല. എടാ, പെട്ടെന്ന് അവളടുത്ത് പറ. വെറുതെ ഇരിക്കടാ. പറ. ഓ ഓക്കെ ഓക്കെ. എടാ പറയടാ, നിന്റെ കാല് വേണമെങ്കിൽ പിടിക്കാം. ശിവ, എനിക്കൊന്ന് പോണം. I'll meet you tomorrow. Okay. Okay, bye. 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 നിനക്ക് അല്പമെങ്കിലും ബുദ്ധിയുണ്ടോ? നല്ല സമയമല്ലേ നീ പാഴാക്കിയേ. മനസ്സിലുള്ളത് അങ്ങോട്ട് പറയാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ് നിൽക്കും. എടാ പറയണമെന്ന് വിചാരിച്ചേ, പക്ഷെ എന്റെ അച്ഛന്റെ ഓർമ്മ വന്ന് പെട്ടെന്ന് പറയാൻ പറ്റാതെ. പ്രേമിക്കുന്നതിന് ആദ്യം അച്ഛനെ കയ്യിലെടുത്താൽ മതി. എടാ, എന്റെ അച്ഛൻ വില്ലൻ അല്ലടാ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ, എന്റെ അച്ഛന് ഈ ജനറേഷൻ ലെവലിൽ അത്ര വിശ്വാസമൊന്നുമില്ലടാ. അതുകൊണ്ടാണ് പ്രേമിക്കുന്നവരെ എല്ലാം അദ്ദേഹം വെറുക്കുന്നത്. എങ്കിൽ ഒരു കാര്യം ചെയ്യ്. എന്താണ്? അച്ഛന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോ ശരിയാവും. എന്റെ അമ്മ എത്രയും വലിയ ത്യാഗിയ. ബെഡ് കോഫി കൊണ്ടുപോയി അച്ഛനെ ഉറക്കത്തിന് ഉണർത്തി ഞങ്ങൾക്ക് കോഫി, ടിഫൻ ഇതെല്ലാം തരും. അതിനുശേഷം മോളെ സ്കൂളിലേക്ക് അയക്കണം, മോനെയും ഭർത്താവിനെയും ഓഫീസിലേക്ക് അയക്കണം. അതിനുശേഷം റെസ്റ്റ് ഉണ്ടോ? ഇല്ല. ലഞ്ച് ബോക്സ് റെഡിയാക്കണം. പിന്നെയും വൈകുന്നേരം 5 മണി മുതൽ നിങ്ങളുടെ ഡ്യൂട്ടി റൂട്ടീൻ. എടാ മോനെ, അതൊക്കെ എന്റെ ജോലിയല്ലേ. നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? അല്ല, നിന്റെ മനസ്സിലുള്ളത് പറയുന്നേ. ഒരുപാട് ദിവസമായിട്ട് എനിക്കൊരു സംശയമുണ്ട്. അച്ഛൻ ഈ പ്രേമിക്കുന്നവരെ എന്തിനാണ് വെറുക്കുന്നത്? എന്താമേ ആലോചിക്കുന്നേ? എന്നോട് പറയാൻ പാടില്ലേ? ഈ സമൂഹത്തിൽ പ്രണയം എന്നുള്ള പേരിൽ നടക്കുന്ന കോപ്രായങ്ങൾ കണ്ട് അവരുടെ മനസ്സ് കല്ലായി മാറിപ്പോയടാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം ഇതുവാണെങ്കിൽ നിങ്ങൾ ഇത്രയും നേരം ആലോചിക്കില്ലായിരുന്നു അമ്മേ. നിങ്ങൾക്ക് പറയാൻ ഇഷ്ടമില്ലെങ്കിലും അത് അറിയേണ്ട കടമ ഒരു മകനായി എനിക്കുണ്ട്. എടാ, എന്താ നടന്നേന്നറിയോ? ലക്ഷ്മി, കുട്ടികളുടെ അടുത്ത് പറയേണ്ടത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളല്ല, അവരുടെ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ്. മോനെ, നിനക്ക് എന്താ അറിയേണ്ടത്? ആവശ്യമില്ലാത്തത് ആലോചിക്കാതെ നിന്റെ എയിമിനെ റീച്ച് ചെയ്യാനുള്ള ഹാർഡ് വർക്ക് ചെയ്യ്. മനസ്സിലായോ? ശരി അച്ഛാ. പോ. അല്ല, എന്താ ഇത്? ലക്ഷ്മി, എന്റെ അടുത്ത് കുറച്ചെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്ത് എന്നും ഏത് സന്ദർഭത്തിലും ആ ഒരു കാര്യം കുറിച്ച് നീ സംസാരിക്കില്ലെന്ന് വിശ്വസിക്കുന്നു. ഹലോ. ഡാർലിങ്ങോ? ആരാത്? ഞാൻ ആരാണെന്നറിയില്ല. അറിയാത്ത കൊണ്ടല്ലേ ചോദിച്ചേ. ഒന്ന് ശ്രമിച്ചു നോക്ക്. എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. റോങ് നമ്പർ. ബൈ. ഹേ, ഞാനാ വൈശാലി. വൈഷു, നീയായിരുന്നോ? വാട്ട് ആർ യു ഡൂയിങ് ഷാരൂഖ്? ഷാരൂഖോ? എന്ത് ഷാരൂഖ്? ആണുങ്ങളിൽ 2 പേരെ എനിക്കിഷ്ടമുള്ളൂ. ഒരാൾ ഷാരൂഖ്, മറ്റൊരാൾ എന്റെ ഡ്രീം ഹീറോ ശിവ. ഡ്രീം ഹീറോയോ? ഞാൻ നിനക്ക് ഡ്രീം ഹീറോയോ? യെസ്, യു ആർ മൈ ഡ്രീം ഹീറോ. എന്താണെന്നറിയോ, ഞാൻ വർക്ക് ചെയ്ത എല്ലായിടത്തും ആണുങ്ങൾ ടെംപ്റ്റ് ആകുന്നവരാ. അങ്ങനെ അല്ലാത്തത് നീ മാത്ര. എന്നെ നീ കെയർ ചെയ്യാറില്ല. അതുകൊണ്ടാ പറഞ്ഞ്, എല്ലാവർക്കും വൈഷുവിനെ ഇഷ്ടാണെങ്കിൽ ഈ വൈഷുവിന് നിന്നെ ഇഷ്ടം. ഫിക്സ്. നോക്കിയേ, നിന്റെ ഇഷ്ടത്തിന് ഫീൽ ചെയ്തോ? ആദ്യം നീ ഫോൺ വെക്ക്. കണ്ണ് തുറന്നിരുന്നാൽ
കണ്ണിന് മുന്നിൽ നീ തെളിയും, കണ്ണടച്ചിരുന്നാൽ മനസ്സിൽ നീ തെളിയും. പച്ചവെള്ളത്തിൽ കുളിച്ചിട്ടേ കടന്നുറങ്ങിക്കോ. വെറുതെ മണ്ടത്തിയെ പോലെ ഓർത്തോണ്ടിരിക്കല്ലേ. രാവിലെ ഫോട്ടോഷൂട്ടിന് ഫേസ് ഫ്രഷ് ആയിരിക്കണം. അത് നിന്റെ കാരിയറിനും കമ്പനിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. ഗുഡ് നൈറ്റ്. ഹേയ് ഹേയ് ഷാരു, ഫോൺ കട്ട് ചെയ്താ ഞാൻ നിന്നെ വിടുന്നാണോ? ഞാൻ പോയിട്ട് വരാച്ചാ. ആ മോളൊന്ന് നിന്നേ, എനിക്ക് മോളോട് കുറച്ച് സംസാരിക്കണം. എന്തിനെ കുറിച്ചാ? ഇവിടെ ഇരിക്കും മോളെ. അതായത് നിന്റെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കണം. ഇപ്പൊ അതിന്റെ ആവശ്യം എന്താണെച്ചാ? നിന്റെ അച്ഛനും അമ്മയും ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കല്യാണം നന്നായിട്ട് നടത്തുമായിരുന്നില്ലേ? അവര് പോകുമ്പോ നിന്നെ എന്റെ കയ്യിൽ തന്നിട്ടാ പോയെ. ആരുടെയും കയ്യിൽ നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ കടമ തീർന്നു. ഞാൻ നിങ്ങൾക്കൊരു ഭാരമായിരിക്കാണോ? എന്താ മോളെ പറയുന്നേ? എന്റെ അച്ഛനമ്മയെക്കാളും മുകളിലാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്ഥാനം. സത്യമാണ് മോളെ. കാരണം നിനക്ക് വേണ്ടി ഞങ്ങൾ ഒന്നും സമ്പാദിച്ചിട്ടില്ല. എന്റെ പിടിപ്പുകേട് കൊണ്ട് കയ്യിലുള്ളതെല്ലാം പോയി. ഇനി ഈ വീട് മാത്രമേ ഉള്ളൂ. ഞാൻ ജീവനോടുള്ളപ്പോ നീ കഷ്ടപ്പെടാൻ പാടില്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം. അച്ഛാ, സത്യമാണ് മോളെ, ഞാനുള്ളപ്പോ നിന്റെ കാര്യം നടത്തിയാൽ എനിക്ക് സന്തോഷമാവും. അത് പിന്നെ ശിവയെ കുറിച്ച് മോളുടെ അഭിപ്രായം എന്താ? അദ്ദേഹം വളരെ നല്ലവനാണ്. ഇൻഫാക്ട് എനിക്ക് വേണ്ടിയാണ് ഇവിടെ വന്നിട്ട് നിങ്ങളായിട്ട് ഇടപഴകിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇതിലെന്താ ഉള്ളേ? പെട്ടെന്ന് എന്നെ അറിയാൻ പറ്റും. വേണ്ട അച്ഛാ, ഞാൻ തന്നെ മനസ്സിലാക്കിക്കോളാം. ഒരു പക്ഷെ നിങ്ങൾ അലയ്ക്ക് കല്യാണം കഴിക്കുന്നു പറഞ്ഞാ നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടോ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം കല്യാണം കഴിച്ചാ അതിൽ അർത്ഥമില്ലല്ലോ. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യണം. ജീവിതകാലം മുഴുവനും സ്നേഹത്തോടെ കഴിയണം. ഓഹോ, ശരി മോളെ. നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് നടത്താനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം. ശരി അച്ഛാ.